രാമ 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 പാഹി മാം. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന സന്ദേശമാണ് രാമായണം പകർന്നു നൽകുന്നതെന്ന് സ്വാമി ശങ്കരാമൃതാനന്ദപുരി പറഞ്ഞു. എത്ര ചെറിയ സേവയും ഈശ്വരൻ തിരിച്ചറിയുമെന്നും സ്വാമി പറഞ്ഞു. ഒരു അണ്ണാരക്കുട്ടൻ്റെ കഥയാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭു സേതുബന്ധനം ചെയ്യുന്നു, പാലം പണി ചെയ്യുന്നു. ആ സമയത്ത് വലിയ വലിയ വാനരന്മാരെല്ലാം പർവ്വതങ്ങളും വലിയ വലിയ കല്ലുകളും ഒക്കെ കൊണ്ട് അതിലിടുന്നു. ഇതിനെ ഒരു ചെറിയ അണ്ണാരക്കുട്ടൻ കാണുന്നു. ശ്രീരാമ കൈങ്കര്യം ഞാനും ചെയ്യണം എന്നത് വിചാരിക്കുന്നു. ആ സേവയിൽ അത് ഏർപ്പെടുന്നു. ആദ്യം തൻ്റെ കുഞ്ഞു കൈകളെ കൊണ്ട് അത് മണ്ണ് കൊണ്ടുപോയി കടലിലിടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് തോന്നും ഞാൻ ഇത്ര ചെയ്താൽ പോരാ എന്ന് വിചാരിച്ചിട്ട് കടലിൽ നനയും. പിന്നെ മണലിൽ വന്നിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും പുരണ്ട് കളിക്കും. അപ്പോൾ കുറേയും കൂടി മണ്ണ് അതിന് എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അതങ്ങനെ പുരണ്ട് കടലിൽ പോയി വീണ്ടും വീഴും. ആ മണൽ അവിടെ കുടയും, തിരിച്ചു വരും. ഇങ്ങനെ കുറേ നേരം ചെയ്തുകൊണ്ടിരുന്നു. ലക്ഷക്കണക്കിന് വാനരന്മാരാണ് ഈ സേവയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. എങ്ങനെ ശ്രീരാമചന്ദ്രൻ ഇത് മനസ്സിലായി എന്ന് അറിഞ്ഞുകൂടാ. ശ്രീരാമൻ ആ അണ്ണാരക്കുട്ടനെ ലക്ഷ്മണനോട് കാണിക്കുന്നു. അതിനെ തൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയുന്നു. ലക്ഷ്മണൻ ആ അണ്ണാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണ് കൊണ്ടുപോയി കടലിൽ ഇടുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിനെ എടുക്കാൻ നോക്കുമ്പോൾ അത് തടയുന്നു. ഞാനിവിടെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ തടയണ്ട, ഞാൻ രാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ സേവയാണ് ചെയ്യുന്നത്, അതിന് തടസ്സമുണ്ടാക്കരുത് എന്നത് പറയുന്നത് പോലെ തോന്നുന്നു. ലക്ഷ്മണൻ പറയുന്നത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ ഭദ്രമായിട്ട് കൊണ്ടുവന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ മടിയിലിരുത്തുന്നു. ലക്ഷക്കണക്കിന് വാനരങ്ങളാണ് ഉള്ളത്. അതിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് ഓടുന്നത്. ആ വാനരങ്ങൾ ചവിട്ടിയാൽ തന്നെ ഇത് ചത്തുപോകും. പക്ഷെ അതൊന്നും അത് ചിന്തിക്കുന്നില്ല. ഞാനും ഈ വലിയ സേവയിൽ ഏർപ്പെടണം എന്നത് വിചാരിക്കുന്നു. ശ്രീരാമചന്ദ്ര മഹാപ്രഭു അതിനെ മടിയിലിരുത്തി ആ പാലത്തെ കാണിക്കുന്നു. നോക്കൂ, നിൻ്റെ സേവ കൊണ്ട് ഈ പാലം എത്ര ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു, നീ ചെയ്തത് വലിയ ഉപകാരമാണ് എന്ന് പറയുന്നു. അതിനെ തലോടുന്നു, അതിനെ ലാളിക്കുന്നു. ആ ലാളനമേറ്റ് ആ അണ്ണാരക്കുട്ടൻ സന്തോഷിക്കുന്നു. ഇതിൽ എന്നെക്കൊണ്ട് ഞാൻ ചെയ്താൽ ഈ കാര്യം നടക്കോ എന്ന് വിചാരിക്കാൻ പാടില്ല എന്നുള്ള ദാസ്യബുദ്ധി, ഞാനും അതിൽ പങ്കെടുക്കണം എന്നുള്ള ബുദ്ധി ആ അണ്ണാന് ഉണ്ട്. എത്ര ചെറിയ സേവയാണെങ്കിലും അത് ഏത് സ്ഥലത്താണെങ്കിലും ഭഗവാൻ അത് അറിയുന്നു എന്നുള്ളത് രാമൻ്റെ ഒരു സവിശേഷതയാണ്. അത്ര 60 ലക്ഷം വാനരന്മാരാണ് ആ പണിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ അണ്ണാരക്കുട്ടൻ്റെ സേവ ശ്രീരാമൻ തിരിച്ചറിയുന്നു. അതിനെ തൻ്റെ നോട്ടം കൊണ്ടും സങ്കല്പം കൊണ്ടും തലോടൽ കൊണ്ടും അതിനെ അനുഗ്രഹിക്കുന്നു. ഒരു ഭക്തൻ എങ്ങനെയാവണം, എത്ര ചെറിയ സേവയാണെങ്കിലും നമ്മൾ ഭഗവാന് സേവ ചെയ്യണം. അത് ഏത് സ്ഥലത്താണെങ്കിലും അങ്ങനെയാണ്. ഒരു ഭഗവാൻ എത്ര ചെറിയ സേവയാണെങ്കിലും ഭഗവാൻ തിരിച്ചറിയുന്നു, അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയിൽ നിന്നുമുള്ള താല്പര്യം. ഇത് ആസേതു ഹിമാചൽ പ്രസിദ്ധമായ ഒരു ആശയമാണ്.